ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു ഇടം ഞാൻ പറഞ്ഞു വന്നത് പാണിയേലിപ്പോരാണ് കേട്ടോ സ്ഥലം. എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ അഡൽസിനും 50 രൂപ വീതവും കുട്ടികൾക്ക് 10 രൂപ വീതമാണ് കേട്ടോ ചാർജ് വരുന്നത്. പിന്നെ എക്സ്ട്രാ നമ്മുടെ ഇപ്പോൾ പാർക്കിംഗ് ചാർജ് ഉണ്ട്. അവിടെ വന്നിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്തത് ഈ ചൊറിയാമ്പുഴകളാണ്. നമ്മൾ നടക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ നടുക്കിൽ കൂടെ നടക്കുക, യാതൊരു വിധ സാധനങ്ങളെയും മരത്തുമയോ ഈ കാണുന്ന കമ്പിമയോ ഒന്നും നമ്മൾ തുടരുത്. ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിറച്ച് ചൊറിയാമ്പുഴയാണ്. ചൊറിയാമ്പുഴ കൂടി നമ്മുടെ കൂടെ തന്നെ കൂടും കേട്ടോ. ഇവിടെ ആനനെയൊക്കെ കൂടുതൽ പേടിക്കുന്നത് പുഴുവിനെടാ. എവിടെ നോക്കിയാലും പുഴു. ഇടവിട്ട് നല്ല തണലാണ് കേട്ടോ. അതുപോലെ വള്ളിക്കുടലിൽ നിറച്ചുണ്ട്. നല്ല കാറ്റും നല്ല തണുപ്പാണ് കേട്ടോ. സൂപ്പർ ക്ലൈമറ്റ് ആണ്. എന്നും നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യും. ഗോവയിലേക്ക് ഒരു വർഷമായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കും ഞങ്ങളാണ്. പക്ഷെ ഇതുവരെ ഗോവയിലേക്കുള്ള ട്രിപ്പ് നടന്നിട്ടില്ല. പ്ലാൻ ചെയ്യുന്ന ട്രിപ്പുകളൊന്നും ഇതേവരെ ജീവിതത്തിൽ നടന്നിട്ടില്ല. പ്ലാൻ ചെയ്യാത്ത ട്രിപ്പുകളാണ് നടന്നിട്ടുള്ളത്. അതിലൊരെണ്ണമാണ് ഈ കാണുന്ന പാണിയേലിപ്പോര്. പെട്ടെന്ന് തീരുമാനം എടുക്കുന്നു. പെട്ടെന്ന് തന്നെ കിടക്കി വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ ഈ ഒരു പാണിയേലിപ്പോരിലേക്ക് വരികയാണ് കേട്ടോ. ഈ കൂട്ടം കൂടിയിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഏതോ ഒരു പ്രാണിയാണ്. കാണുമ്പോൾ തന്നെ അറക്കണല്ലേ, നിറച്ചുണ്ട്. ആ ഒരു മരത്തുമ്മ, ആ ഉങ്ങ് പോലെ ഒരു മരത്തുമ്മയാണ് ഈ ഒരു പ്രാണികൾ കൂട്ടം കൂടിയിരിക്കുന്നത് കേട്ടോ. കാണാനൊരു ഭംഗി നോക്കി ഇരിക്കുമ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ നടന്ന് പോകുമ്പോൾ ഇതേപോലെയുള്ള ഡേഞ്ചർ വാർണിംഗ് ഒക്കെ കാണാം. നീന്തരുത്, കടക്കരുത്, ചാടരുത്, ഓടരുത് എന്നൊക്കെ. പിന്നെ പല മരങ്ങളിലും ഇതേപോലെ ഊഞ്ഞാലുകൾ കാണാം. വളരെ ശ്രദ്ധിച്ച് വേണം ഊഞ്ഞാലിരിക്കാനായിട്ട്. കാരണം ഇരിക്കുന്നിടത്തും പിടിക്കുന്നിടത്തും ഫുള്ള് നമ്മുടെ ചൊറിയാമ്പുഴ ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഇരുന്ന ഈ മരങ്ങളിന്മയൊന്നും ഈ ഊഞ്ഞാലുമയൊന്നും പുഴു ഉണ്ടായിരുന്നില്ല. പുഴു ഉണ്ടായിരുന്നത് മുഴുവൻ തേക്ക് മരങ്ങളിന്മയാണ് കേട്ടോ. പൈസ കൂടിയ മരത്തുമ്പോൾ തന്നെയാണ് ഈ പുഴുക്കളുടെ ഒരു ഇരിപ്പെന്ന് തന്നെ പറയാം. അമ്മമാർക്കും കുട്ടികൾക്കും വലിയവർക്കും ചെറിയവർക്കും പ്രായഭേദമന്യേ നമുക്ക് ആഘോഷിക്കാനായിട്ട് ഈ ഒരു സ്ഥലം നല്ലതാണെന്ന് തന്നെ പറയാം. അമ്മ കാണിക്കുന്ന ഓരോ വികൃതി തരങ്ങളാണ് കേട്ടോ. നമ്മളെപ്പോലെ തന്നെ പ്രായം വലുതാവും തോറും ചെറിയ കുട്ടികളാവുന്ന ഒരു രീതിയാണ് കാണുന്നത് കേട്ടോ. കാണുമ്പോൾ എന്നെ സന്തോഷം തോന്നുന്നു അല്ലേ. അപ്പൊ ഞാനും അലീനയും കൂടിയിട്ട് ചാടി ഓടിക്കയറുന്നതാണ് ഒരു ചെറിയൊരു പാറ കണ്ടപ്പോട്ടോ. അപ്പൊ സൈഡിൽ ഇരുന്ന് പാറക്കുട്ടനുണ്ട്, അമ്മയുണ്ട്. അവർ രണ്ടുപേരും മുന്നേ തന്നെ ഞങ്ങളെയൊക്കെ മുമ്പ് കയറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പാറക്കുട്ടൻ പിന്നെ എപ്പോഴും പടങ്ങല്ലോ. എന്താണ് കാരണം എന്ന് എനിക്കറിയില്ല, അവൾക്കറിയാം, ആർക്കും അറിയില്ല. ഈ 3 കുരങ്ങന്മാരെ പോലെ നദി കാണിയിരിക്കുന്നത് ഞങ്ങൾ 3 പേരാണ് കേട്ടോ. എത്രയൊക്കെ പറഞ്ഞാലും അല്ല അടിപൊളിയായിരുന്നു ഇതുവരെയുള്ളത്. പിന്നെ പുഴുക്കൾ നിറച്ചുള്ളത് കൊണ്ടാണ് തോന്നുന്നു ആ പുഴുക്ക് വിരിഞ്ഞിട്ട് ഈ ഒരു പൂമ്പാറ്റിയായി മാറാണോ എന്നൊരു സംശയമില്ല. അതില്ല. ഞാൻ വെറുതെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതാണ്. ഒരു പൂമ്പറ്റ വന്നെന്റെ കയ്യിലിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ് പുഴ. ആർക്ക് കണ്ടാലും ഒന്ന് എടുത്ത് ചാടാൻ തോന്നും. എടുത്ത് ചാടിയിട്ടുണ്ടെങ്കിൽ മരണം ഉറപ്പാണ്. കാരണം എവിടേക്കാണ് കുഴിയുന്ന ആർക്കും യാതൊരു സംശയമില്ല. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആളുകളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. അങ്ങനെ നടന്ന് കുറെ നടക്കാറുണ്ട്. ഞാനും പാറും കാണുന്നതിന് മുഴുവൻ പടച്ചു കയറാറുണ്ട്. കൈയോടെയോ കാലോടെയോ ഒന്നും നോക്കാറില്ല. വെക്കേഷനിലെ ഓടിഞ്ഞാലും സാറില്ല. പിന്നെ എന്താണ്, ഒരു സൈഡിൽ മുഴുവൻ കാടും ഒരു സൈഡിൽ മുഴുവൻ പുഴയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, പുഴു, പൂമ്പാറ്റ, പാമ്പ് അങ്ങനെ പല കാര്യങ്ങളും ചിലപ്പോൾ ആന വരെ വന്നിരിക്കാം. കാരണം ഇടയ്ക്കിടയ്ക്ക് ഓരോ സൈൻ ബോർഡ് കാണാം. കുറച്ച് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ചെറിയൊരു ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നാൽ വി ആർ റീച്ച്ഡ് ഹിയർ. ഇവിടെ നമുക്ക് കുളിക്കാം. നല്ല രസമാണ്. നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ ഇങ്ങനെ സ്റ്റെപ്പാണ് കേട്ടോ. സൂപ്പറാണ്, നല്ല രസം. വെള്ളം കാണുമ്പോൾ മാത്രം കാണുന്ന ഈ പട്ടി ഷോ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എനിക്ക് കാടാണ് ഇഷ്ടം. കാടാണ് എന്റെ ഉച്ചത്തോഴൻ. എന്നാലും വെള്ളം കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ എടുത്തില്ലെന്ന് വേണ്ട. ഈ ഷാരൂഖ് ഖാന്റെ പോസ് നോക്കിയിട്ട് ഞാൻ വെറുതെ ചുമ്മാ പട്ടി ഷോയാണ് കാണിക്കുന്നത്. ജട്ടിപ്പുറത്തിരിക്കുന്ന പാറു. പക്ഷെ ഞാനേതോ അടിയന്തരാവസ്ഥ കാലത്താണ് പാറുവിനെ പ്രസവിച്ചതെന്ന് തോന്നുന്നു. വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ അവള് ചാടും. കിണറാണെങ്കിലും കുളമാണെങ്കിലും പുഴയാണെങ്കിലും കടലാണെങ്കിലും എന്താണെങ്കിലും കാര്യമില്ല. ഈ കാണുന്ന സ്ഥലത്തൊക്കെ അവൾ വേണമെങ്കിൽ ഇറങ്ങി ചാടി ഓടി നീന്തി പോകുന്ന കാണാം. നീന്തലൊന്നും അറിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തതിനു ശേഷം അവിടെയുള്ള ഒരു ഗാർഡ് പറഞ്ഞു നേരെ നടന്നു. അവിടെ പോകുമ്പോൾ അടിപൊളി സ്ഥലമുണ്ട്, 3 പുഴകൾ കൂടി ചേരുന്ന ഒരു സ്ഥലത്തേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കാണുന്നിടത്ത് മുഴുവൻ ഇതുപോലെ കുഞ്ഞു പാലങ്ങൾ ഉണ്ടാക്കിയ കാരണം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ യാത്ര. പലരും പാണിയേലിപ്പോരിൽ ഈ വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ സ്പെൻഡ് ചെയ്യാറാണ് പതിവ്. പക്ഷെ നമ്മൾ ഇതിന് എൻഡ് ഭാഗത്തേക്ക് പോകണമെന്നാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. വഴി തെറ്റാതിരിക്കാനായിട്ട് പോകുന്നിടത്ത് ഇതുപോലെയുള്ള ആരോ മാർക്സ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് നോക്കി പോകാൻ മതി. വരുന്ന വഴിയിൽ മുഴുവനെ ഇതുപോലുള്ള വലിയൊരു കുഴികൾ കാണാം. ഭരണിക്കുഴി എന്നൊക്കെ പറയട്ടോ. ഭയങ്കര ആഴമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് വെള്ളം കയറുമ്പോൾ ഡേഞ്ചർ. ഉച്ച സമയമായതുകൊണ്ട് ഇച്ചിരി വെയിലുണ്ടായിരുന്നു. വെയിലാർന്ന് നോക്കി നിന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാണിയേലിപ്പോരിലേക്ക് കടക്കാൻ സമ്മതിക്കില്ല. കാരണം രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് അതിലുള്ള എൻട്രി ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ് ചെയ്യാതെ കാണുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഏറ്റവും എൻഡിങ് പോയിന്റ് ആണ് കേട്ടോ. 3 സ്ഥലത്തുനിന്ന് നദികൾ വന്നിട്ട് ചേരുന്ന ഒരു സ്ഥലമാണ്. സോ ഇത് ഒരിക്കലും മിസ് ചെയ്യാതെ പോരുത്. ഒരുപാട് പേര് അവിടെ നിന്ന് തിരിച്ചു പോകാറാണ് പതിവ്. സോ സൂപ്പർ സ്ഥലമാണിത്. ഗാർഡ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ നടന്ന് അവസാനം എത്തിയ ഒരു കാഴ്ച അടിപൊളിയായിരുന്നു. 3 പുഴകൾ വന്നിട്ട് 3 പുഴകളല്ല 3 കൈവരികൾ വന്ന് ചേരുന്ന ഒരു വലിയൊരു കാഴ്ചയാണ്. വീഡിയോയിൽ എത്രമാത്രം കാണാൻ പറ്റുന്നൊന്നും അറിയില്ല. പക്ഷെ സംഗതി അടിപൊളിയായിരുന്നു. കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ തിരിച്ചു വരികയാണ്. ഞങ്ങൾക്ക് യാതൊരു അപകടവും പറ്റിയില്ല കേട്ടോ. എന്തായാലും ഒരു പിടിക്കുള്ള പക്ഷി ഉണ്ടെന്ന് തന്നെ പറയാം കേട്ടോ. നല്ലതായിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.